ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി. അപ്പം ഇത് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ്. അപ്പം ഞാനിതിൻ്റെ റീൽസൊക്കെ കുറേ കണ്ടായിരുന്നു. അന്നേരം തൊട്ട് ഇതൊന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പം അതിനാവശ്യമായിട്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി വേണം. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, തേങ്ങ ചുട്ടത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചതച്ചെടുക്കണം. ഇപ്പം ഞാൻ കാണിച്ച എല്ലാം നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചെറിയ ഉള്ളി ചതച്ചെടുക്കാം. അപ്പോൾ ഞാനെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചട്ടി അടുപ്പിൽ വെച്ച്, ഞാൻ ചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി നമുക്കതിലേക്ക് ഇടാം. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ അകത്ത് വഴറ്റിയെടുക്കണം. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ച് വെച്ചിരിക്കുന്ന അതും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ലപോലെ നമുക്ക് അതിൻ്റെ അകത്തൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് വഴന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം ചട്ടിക്കകത്തായതുകൊണ്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ വേണ്ടത് ഞാൻ ക്രഷ്ഡ് ചില്ലിയാണ് ഇട്ടിരിക്കുന്നത്. ഈ ക്രഷ്ഡ് ചില്ലി നമുക്ക് എരിവിന് ആവശ്യത്തിനനുസരിച്ച് എരിവിനുള്ളത് ഇട്ടോണം. അപ്പം ഞാനിതിൻ്റെ കറക്റ്റ് അളവൊന്നും ഒന്നിൻ്റെയും പറയുന്നില്ല. അപ്പം ആവശ്യത്തിനുള്ള ക്രഷ്ഡ് ചില്ലി ഇടുക. അപ്പോൾ അതും ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടു. പിന്നെ കുറച്ച് പെരിഞ്ചീരകം, ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ അകത്ത് നല്ല സ്മെല്ലാണ്. ഇത് ഇത്രയും മൂത്തപ്പോൾ തന്നെ നല്ല സ്മെല്ലായി. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഞാൻ. പിന്നെ ഇടുന്നത് നമ്മൾ തേങ്ങ ചുട്ട് വെച്ചിരുന്നത് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും നല്ലപോലെ ഒന്ന് നമുക്ക് അതിൻ്റെ അകത്ത് ഇളക്കി എല്ലാം കൂടെ മൂപ്പിച്ചെടുക്കാം. ചട്ടിയിലായതുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ആ ചിക്കനയിൽ പിടിക്കുന്ന മസാല പിടിക്കുന്ന പോലെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി മിക്സാക്കി ഇതിൻ്റെ അകത്ത് ഒരു തരി പോലും വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ ഈ ചിക്കനയിലുള്ള വെള്ളത്തിലും ഈ ജസ്റ്റ് ഈ മസാലയുടെയൊക്കെ ആ വെള്ളത്തിലും വേണം നമുക്കിത് വെന്ത് കിട്ടാനായിട്ട്. വെള്ളം പെട്ടെന്ന് ഇറങ്ങിക്കോളും ചിക്കനേന്നൊക്കെ. അപ്പോൾ ആ വെള്ളത്തിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതാണ്ട് നല്ല പോലെ ആ വെള്ളമെല്ലാം പറ്റി. അപ്പം ചിക്കൻ റെസിപ്പി, ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.